കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഫുഡിന് നമ്മുടെ ശരീരത്തിനും വയറിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഈ സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പച്ചമാങ്ങ അല്ലേ. ഈ പച്ചമാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. കുറേ സമയം കുക്ക് ചെയ്തൊന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസസ് ആക്കി എടുത്ത് വെക്കാം. പിന്നെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി വേണം കേട്ടോ. അതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല, ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് എടുത്തു വെക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയൊക്കെ വയറിന് ദഹനത്തിനും ടേസ്റ്റിനൊക്കെ സൂപ്പറല്ലേ. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് വരുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഇടണം, കൂടുതൽ പുളിപ്പൊന്നും വരണ്ട കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ കടുകാണ്. ആ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയില്ലേ, ആ പച്ചമാങ്ങയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മാങ്ങ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടിയാലും നല്ലതാണ്. നല്ല പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് ആയാലും മതി. ഈ പുളിപ്പൊക്കെ ചേരുമ്പോൾ ചട്ടിയിലാവുമ്പോൾ നല്ലൊരു സ്വാദല്ലേ, നല്ലതും കൂടിയാണ്. ഇതിലേക്ക് ചേർത്തോ. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഉപ്പെല്ലാം കറക്റ്റായിരിക്കും. ഇത് തിളപ്പിക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒരല്പം ചേർത്ത് തേങ്ങ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അധികം പുളിയൊന്നുമില്ലാത്ത തൈരാണ്. തൈര് ഒരു 1/4 കപ്പോളം തൈര് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് സമയത്ത് നല്ല സുഖമാണ് കേട്ടോ ഇത്. ഈ കറി ഒഴിച്ച് ചോറൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഈ തൈരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. തേങ്ങയും മാങ്ങയും പച്ചമുളകൊക്കെ നമ്മൾ അരച്ച് ചേർത്തതല്ലേ, ഇഞ്ചിയും. അപ്പോൾ എല്ലാ ഫ്ലേവറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ചേർന്ന് കിട്ടുള്ളൂ. അപ്പോഴാണ് സ്വാദുണ്ടാവുക. ഈ കറി നമ്മൾ തിളപ്പിക്കണമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം കേട്ടോ. സാധാരണ തളിക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ അല്പം കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി അധികമുള്ള തൈര് എടുക്കണ്ട, മാങ്ങയുടെ പുളിയുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.